ടെൻഷൻ. ഗൗരവ് എത്ര നേരം വെളുത്തിട്ടേ ഉള്ളൂ. 9 മണി ആയിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര ചൂടും വെയിലും തുടങ്ങി. നമ്മൾ ഇന്ന് മാരിബോർ പോവാണ്. നമുക്ക് ഇവിടുന്ന് ഒരു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനും അതുപോലെ എന്തിനായിരുന്നു അവിടെ 1-2 കുഞ്ഞു സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം. അതിനും വേണ്ടിയിട്ട് നമ്മളൊന്ന് മാരിബോർ പോവാണ്. ഇവിടുന്ന് ഒരു 2 മണിക്കൂറിൻ്റെ നമ്മൾ ട്രെയിനിൽ 2 മണിക്കൂർ ഇരിക്കണം. അപ്പോൾ ഇന്ന് മാരിബോറിലെ വിശേഷങ്ങളായിട്ട് വരാം. സോ 2 മണിക്കൂറത്തെ ട്രാവൽ കഴിഞ്ഞ് നമ്മൾ മാരിബോർ എത്തി. നല്ല വെയിലുള്ള ദിവസമാണ്. അതാണ് മാരിബോർ ബസ് സ്റ്റാൻഡ്. ലൈക്ക് നമ്മുടെ നാട്ടിലെ പോലെയുള്ള വലിയൊരു ബസ് സ്റ്റാൻഡ്. നമ്മളിത് സെക്കൻഡ് ടൈമാണ് കേട്ടോ മാരിബോർ വരുന്നത്. ഫസ്റ്റ് ടൈം വന്നത് ഒരു വിൻ്റർ ടൈമിലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവിടെ തിരക്കൊന്നും കണ്ടിരുന്നില്ല. ബട്ട് ഇപ്പോൾ വന്നപ്പം ഭയങ്കര തിരക്കുണ്ടായിരുന്നു. നല്ല ടൂറിസ്റ്റുകളുടെ ഒരു തിരക്ക്. അപ്പോൾ നമ്മൾ യൂറോ പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ നമ്മൾ നടക്കണം. നടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ലൊക്കേഷനിലെത്തും. സോ അതാണ് യൂറോ പാർക്ക്. അവിടെയാണ് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഫുൾ യൂറോ പാർക്ക് ഒന്ന് കണ്ടിച്ചു തരാം അല്ലേ. ആദ്യം തന്നെ നമ്മൾ കയറിയത് ബിഗ് ബാങ്കിലേക്കാണ് കേട്ടോ. ബിഗ് ബാങ്ക് ആണ് നമ്മുടെ ഇവിടെ ഇലക്ട്രോണിക് ഷോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ നാട്ടിൽ നമ്മുടെ മൈജിയുടെ ഷോറൂം പോലെയൊക്കെയുള്ള ഇവിടുത്തെ ഒരു ഷോറൂം. അതാണ് ബിഗ്. നമ്മളിപ്പോൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു ട്രൈപോഡ് കം ഒരു സ്റ്റെബിലൈസർ ഒന്ന് ഫോണിന് വേണ്ടി ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ 1-2 നോക്കി Insta360യുടെ ഒരു സ്റ്റെബിലൈസർ എടുത്തിരുന്നു കേട്ടോ. സോ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ മേടിക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചയിലാണ്. കോബജി ഇവിടെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്കാം. സോ ഗൈസ്, നമ്മൾ സ്റ്റെബിലൈസർ മേടിച്ചു. ഇത് മേടിക്കുമ്പം എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമ്മളൊരു ഇലക്ട്രോണിക് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 100 പേര് ഇത് ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവും. ഇവിടെ നമുക്ക് ആരുമില്ല. നമ്മളിത് രണ്ടും കൽപ്പിച്ച് ഒരു പൊട്ടഭാഗ്യത്തിന് മേടിക്കും. ദെൻ നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കണം. ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്താണെന്നുള്ളത് നമ്മൾ തന്നെ നോക്കണം. അപ്പം അങ്ങനെ ഒരു പ്രശ്നം നമുക്കിവിടെ ഉണ്ട്. സോ നമ്മളിനി ഇതിനെപ്പറ്റി അതെ പൊട്ടിച്ചു പോലും തന്നില്ല. കണ്ടോ, ഇത് ഫുൾ പാക്ഡ് ആണ്, പുതിയ പാക്ക്. അതങ്ങനെ നമ്മുടെ കയ്യിൽ തന്നിട്ട് സാധാരണ നമ്മൾ ഡ്രസ്സ് കിടക്കുന്ന പോലെ ബില്ലടിച്ചവർ വിട്ടു. അപ്പം അറിഞ്ഞൂടാ ഇത് വർത്താണോ ഇല്ലയെന്നൊന്നും. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. നമ്മൾ മാക്കിൽ കയറി ഒന്ന് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. ഇതിലപ്പം നമുക്കിത് അൺബോക്സിങ് ചെയ്യണം. സോ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവാം. അത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ സാധനം?
This is it. ചാർജർ ഉണ്ടോ അതിന്? പാക്കിംഗ് ഒക്കെ എന്ത് രസമല്ലേ കാണാൻ, നല്ല ഭംഗിയുള്ളൊരു പാക്കിംഗ്. നമുക്ക് അൺബോക്സ് ചെയ്ത് പരിചയമില്ല കേട്ടോ. അതെ, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം മേടിക്കുന്നത്. അതിന്റെ കാറ്റലോഗ് ആണ് തോന്നുന്നത്. സോ നമ്മൾ വലിച്ചു പറിച്ചാണല്ലേ എടുക്കുന്നത്. സംതിങ് ഫിഷ് കവർ ഉണ്ടോന്ന് തോന്നുന്നു അതിനകത്ത്, റബ്ബർ കേസ് പോലെ എന്തോ. ഒരു സീറോ നോളജ് വെച്ചാണ് കേട്ടോ ഞങ്ങൾ ഈ സാധനം മേടിച്ചത്. നമ്മൾ പിന്നെ മനുഷ്യന്മാരല്ലേ, പഠിച്ചെടുക്കാനുള്ള കഴിവ് നമുക്ക് ജന്മന ഉണ്ടല്ലോ. സോ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് നോക്കിയൊക്കെയാണ് അൺബോക്സിങ് ചെയ്തത്. വെൽ ആൻഡ് പെർഫെക്റ്റ് പാക്കിംഗ് ആയിരുന്നു അത്. സോ ഹോപ്പ്ഫുള്ളി നമ്മുടെ നെക്സ്റ്റ് വീഡിയോസൊക്കെ ഇതുവഴി നമ്മളെടുത്ത് അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളതെന്ന് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം നമ്മൾ മാരിബോർ കാണിക്കാമെന്നും പറഞ്ഞിട്ട് ഇതുവരെ മോളിനകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടില്ല കേട്ടോ. സോ നമ്മളിനി അടുത്ത വീഡിയോ ആയിട്ട് മാരിബോറിൽ വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പം ശരി, ബൈ.